നമസ്കാരം സുഹൃത്തുക്കളെ. കഴിഞ്ഞ ദിവസമേ നമ്മുടെ നിലയവരത്തിലൊരു കോൾ വന്നായിരുന്നു. ഒരു പെൺകുട്ടി വിളിച്ചിട്ട് പറഞ്ഞു, സാറേ എൻ്റെ മൊബൈൽ കടൽ സംരക്ഷണം ഭിത്തിയ പാറയിടുക്കിനുള്ളിൽ വീണുപോയി, എങ്ങനെയെങ്കിലും ഒന്ന് എടുത്തു തരാമോ എന്ന് ചോദിച്ചു. അപ്പം പെൺകുട്ടി എന്നെ പറഞ്ഞു, സാറേ എനിക്കത് വാല്യുബിളായിട്ടുള്ള കുറേ ഫോട്ടോസ് എൻ്റെ അതിനകത്തുണ്ട്. എൻ്റെ അച്ഛൻ റീസെൻ്റായിട്ട് മരണപ്പെട്ടതേ ഉള്ളൂ. അപ്പോൾ അച്ഛൻ്റെ ആകെയുള്ള ഫോട്ടോസ് അല്ലേ മൊബൈലിനകത്താണ്, എങ്ങനെയെങ്കിലും ഒന്ന് റിക്കവർ ചെയ്തെടുത്ത് തരാമോ? ഞങ്ങൾ പറഞ്ഞു മാക്സിമം ഞങ്ങൾ ശ്രമിച്ചു നോക്കാം. ഉറപ്പൊന്നുമില്ല, സാധാരണഗതിയിൽ ഇങ്ങനെ പോകുന്നതിലേ ഒരു 60% മിക്കവാറും തിരിച്ച് കിട്ടാറില്ല. ഏതായാലും കുറേ നേരത്തെ പരിശ്രമങ്ങൾക്കൊടുവിൽ അതിൻ്റെ മുകളിലുള്ള വലിയ ഭീമാകാരമായ ഒരു പാറ ഞങ്ങൾ നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് വളരെ കഷ്ടപ്പെട്ട് ഉയർത്തി മാറ്റി. എന്തായാലും ഞങ്ങൾ ആ ഫോണ് തിരിച്ചെടുത്ത് ആ കുട്ടിക്ക് നൽകി. അതിനുശേഷം മാറ്റിയ പാറ അതുപോലെ തന്നെ പുനഃസ്ഥാപിക്കുകയും ചെയ്യും. സാധാരണഗതിയിൽ ദുരന്തമുഖങ്ങളിൽ പ്രവർത്തിക്കുന്ന ഞങ്ങൾക്ക് ദയനീയമായ കാഴ്ചകൾക്ക് പകരം ഈ മൊബൈൽ കിട്ടിയപ്പോൾ ആ കുട്ടിയുടെ സന്തോഷവും നിറഞ്ഞ ചിരിയും കണ്ടപ്പോൾ ഞങ്ങളും എല്ലാവരും ഹാപ്പിയായി. എല്ലാവരുടെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഫോൺ നമ്മൾ എടുത്തത്. ഈ അഭിനവിൻ്റെ കൈയുടെ നീട്ടമാണ് ഫോൺ കിട്ടാൻ കാര്യം കേട്ടോ. നാട്ടുകാരെല്ലാം കൂടെ കൂടി നമ്മൾ പാറ നോക്കി. പക്ഷേ ഓക്കെ, ഹാപ്പി ഇല്ലേ? ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ധനേഷ് സാർ പറഞ്ഞു, സാറേ എന്തായാലും മൊബൈലേ കിട്ടിയതല്ലേ, നമുക്ക് ഇവിടെ എന്തായാലും കയറി ജ്യൂസ് കുടിച്ചിട്ട് പോകാം. അങ്ങനെ ഞങ്ങൾ കാപ്പിൽ ബീച്ചിൽ തന്നെ ഈ സംഭവം നടക്കുന്ന കാപ്പിൽ ബീച്ചിലാണ്. കാപ്പിൽ ബീച്ചിൽ തന്നെയുള്ള ഞങ്ങൾ കണ്ട ഈ ജ്യൂസ് കടയിൽ കയറി ഞങ്ങൾ ഓരോ മിക്സഡ് ഫ്രൂട്ട് ജ്യൂസ് പറഞ്ഞു. ജ്യൂസും കുടിച്ച് ഞങ്ങൾ തിരികെ നിലയത്തിലേക്ക് യാത്രയായി. നല്ല അടിപൊളി ജ്യൂസായിരുന്നു കേട്ടോ, നല്ല കൺസിസ്റ്റൻസിലുള്ള നല്ല ജ്യൂസായിരുന്നു. പുതിയൊരു വിശേഷമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. പലൂടെയൊക്കെ